അത്ര ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല. എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന് എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യം ആ ഗതികേടും എനിക്കില്ലല്ലോ. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഒരു 100-150 തവണ ഇത് പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്ന ഈ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് കഴിഞ്ഞോ കഴിയാണ്ടിരിക്കുകയോ സീസൺ 8 വന്നോ 7 കഴിഞ്ഞോ 6 പോയോ 5 പോയോ 4 പോയോ എനിക്കറിയില്ല. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ കറന്റ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഞാൻ ഇടുന്നത്. എന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ തംബ്നെയിലും എന്റെ ടൈറ്റിലും നോക്കിയാൽ നിങ്ങൾക്കറിയാം ബിഗ് ബോസ് ആണ് വിഷയമെന്ന്. ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യാണ്ട് നിങ്ങൾ വന്ന വഴിക്ക് നിങ്ങൾ അങ്ങ് പോവുക. വീഡിയോ ഫുള്ളിരുന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തിനാ ചേച്ചി ബിഗ് ബോസിന്റെ കോണ്ടന്റ് ഇടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാനില്ല. എനിക്കിടണം എന്ന് തോന്നുന്ന കോണ്ടന്റ് ആണ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് അനുമോളുടെ റീസെന്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ RJ ബിൻസിനോട് പറഞ്ഞത് ഇന്റർവ്യൂവിൽ കയറിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അനുമോളെ പറ്റി സംസാരിക്കുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് ബിൻസി കൊടുത്തൊരു മറുപടി, അതിന് കൂടെ തന്നെ വിനു PR-മായി ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. സോ നമുക്കിതിൽ എല്ലാത്തിലോട്ടും പോവാം. സോ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് അഗെയിൻ സ്വാഗതം പറയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. കുറ്റം പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ അത്ര ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല. എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന് എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യം ആ ഗതികേടും എനിക്കില്ലല്ലോ. എന്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്ന അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്റർവ്യൂവിൽ എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്, അത് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, RJ ബിൻസി എന്നോട് ലൈവിൽ വന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, അനുമോളുടെ കണ്ടന്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞു നടക്കാൻ നാണമില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് RJ ബിൻസി ഇവിടെ പറഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നുണ്ട്, ആ പേയ്മെന്റ് കൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന RJ ബിൻസിനോട് പറയാനുള്ള, അല്ലെങ്കിൽ RJ ബിൻസി ഫാൻസ് അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, RJ ബിൻസി എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂവിൽ ഇങ്ങനെ നിരത്തി പിടിച്ചു പോകുന്നത് പൈസ കിട്ടുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, പൈസ കിട്ടണമെങ്കിൽ അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം. അനുമോളെ കുറിച്ച് പറയാണ്ട് RJ ബിൻസിന്റെ പേഴ്സണൽ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരാളും RJ ബിൻസിന്റെ ഇന്റർവ്യൂസ് ഇങ്ങനെ ഇരുന്ന് കാണാൻ പോകുന്നില്ല. അനുമോൾ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ വ്യൂസ് ഉണ്ടാവും. ആ വ്യൂസ് എന്ന് പറയുന്നത് അനുമോളുടെ ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അനുമോളുടെ ഹേറ്റേഴ്സ് ആയിരിക്കാം. ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാരും കാണും. അപ്പോൾ അനുമോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് പറഞ്ഞാൽ മാത്രമേ തന്റെ ഇന്റർവ്യൂവിന് റീച്ച് ഉണ്ടാവൂ എന്നുള്ളതും, റീച്ച് ഉണ്ടായാൽ മാത്രമേ തന്നെ ആൾക്കാർ വിളിക്കൂ എന്നുള്ളതും, വിളിച്ചാൽ മാത്രമേ പൈസ കിട്ടൂ എന്നുള്ളതും, ആ പൈസ കൊണ്ടേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതുമാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഡയറക്ട്ലി വളഞ്ഞു തിരിഞ്ഞ് പറയുകയാണെങ്കിൽ അനുമോളുടെ കണ്ടന്റ് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് തിങ്, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ആണ് എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു 10 ഇന്റർവ്യൂവില് സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ നിങ്ങൾക്കൊരു നാണക്കേട് തോന്നുന്നില്ലേ? RJ ബിൻസി, നിങ്ങൾക്ക് വളരെ വ്യക്തമായി ക്ലിയർ കട്ടായി പറഞ്ഞൂടെ? ഞാൻ അനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞൂടെ? ആൻഡ് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന വ്യക്തികൾ വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിക്കും, ഞാൻ ഇന്ന ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇത്രയും ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഒരു 5 ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം വേണ്ട, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, സ്കിപ്പ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? RJ ബിൻസിക്ക് വരുന്ന കോളിന്റെ 100 ഇരട്ടി കോൾ അനുവിന് വരുന്നുണ്ട് ഇന്റർവ്യൂവിന്, അനു പോകുന്നുമില്ല. ഇനി മീഡിയക്കാര് 100 ഇരട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അനു പറയുന്നില്ല. ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ്. സോ നമുക്ക് ക്ലിയർ കട്ടായി പറയാം, അനുവിന്റെ കണ്ടന്റ് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുകയാണ് RJ ബിൻസി. ഇനി നമ്മുടെ അനുമോളുടെ ദുബായ് പെട്ടി പാക്കിങ്ങിൽ അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. ഇത് 1.5 ട്രിപ്പായിരിക്കും കേട്ടോ. നമ്മളൊരു 5-6 ദിവസം അവിടെ കാണും കേട്ടോ ദുബായില്. അപ്പൊ എന്നെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ അവിടെ വന്നുള്ളൂ, എനിക്കൊരു പ്രശ്നമല്ല, എല്ലാവരും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്.
എന്നെ ചീത്ത വിളിക്കാനും ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷെ അവരൊന്നും എന്നെ കാണാൻ വരണ്ട. എന്നെ ഇഷ്ടമില്ലാത്തവർ ആരും വരരുത് പ്ലീസ്. എന്നെ ഇഷ്ടമുള്ളവർ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി. ദയവ് ചെയ്ത് എന്നെ ഇഷ്ടമില്ലാത്തവർ കല്ലെറിയാൻ വേണ്ടി വരരുത്. അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, എൻ്റെ അപേക്ഷയാണ്, എൻ്റെ റിക്വസ്റ്റാണ്. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഫാമിലിക്കാരുണ്ട്, എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മാത്രം എന്നെ കാണാൻ വേണ്ടി വരാം. അല്ലാത്തവർ ബിഗ് ബോസ് കണ്ടിട്ട് പുറമേ ഇരുന്ന് കണ്ടിട്ട് ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുതേ എന്നെ കാണാനായിട്ട്. കുറേ പേരുടെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ തീർത്തു കൊടുക്കാനായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അപ്പോൾ ഒരു പെട്ടി ഞാൻ പാക്ക് ചെയ്തു. അനുമോള് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അനുമോളുടെ സ്റ്റാൻഡ് അനുമോള് പറഞ്ഞു. അനുമോൾ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ബിഗ് ബോസിലെ ഷോ മാത്രം കണ്ടുകൊണ്ട് എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമുള്ള വ്യക്തികൾ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി. എന്നെ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ആരും എന്നെ കാണാൻ വരണ്ട എന്നുള്ളത്. അത് തന്നെയാണ് എന്റെ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ഞാനിടുന്ന കോണ്ടന്റ് ഏതാന്നുള്ളത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം തംബ്നെയിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക, താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, നിങ്ങൾ സ്കിപ്പ് അടിക്കുക, പോവുക. ഇനി നിങ്ങൾ ഇരുന്ന് മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൂടെ രേഖപ്പെടുത്തുമ്പോൾ നമ്മളും തിരിച്ച് അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പല കാര്യങ്ങൾക്കും റിപ്ലൈസും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് തരും. ഇപ്പോൾ ഇവിടെ അനു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്, അല്ലെ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ ഈ പി ആർ കൊണ്ടാ വിജയിച്ച ഈ സാധനങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. കാരണം വളരെ വളരെ ഇന്നസെന്റ് ആയിട്ടാണ് അയാൾ പറയുന്നത്. എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എന്നെ കല്ലെറിയണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ആരും വരണ്ട എന്നെ കാണാൻ വേണ്ടിയിട്ട്. പകരം എന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നെ കാണാൻ. നമുക്ക് കാണാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ദാറ്റ്സ് എ ക്വാളിറ്റി ഇടൂ. ഈ ഒരു സാധനമാണ് എല്ലാവർക്കും വേണ്ടത്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞു, ഷോ കഴിഞ്ഞു, എന്താണ് ഇപ്പൊ അടുത്ത സീസൺ ആവാനായി, പിന്നെയും എന്തിനാണ് ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ കണ്ടസ്റ്റൻസ് മനസ്സിലാവുന്നില്ല. അനുമോൾക്ക് കപ്പ് കിട്ടി, മേ ബി അനുമോൾ ആ പൈസ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തു. ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് സിംപ്ലി ക്ലീഷയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ബിഗ് ബോസും കഴിഞ്ഞു, ആ ടോപ്പിക്കും കഴിഞ്ഞു, അനു ആ പൈസയും കൊണ്ട് ട്രിപ്പും അടക്കി, എന്നിട്ടും ഇതിന്റെ പേരിലാണല്ലോ ചർച്ച. ഇതന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും അതിന്റെ പേരിൽ ഇങ്ങനെ ഇതിപ്പോ പറഞ്ഞത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സാധനം നിങ്ങൾക്ക് കുറച്ചു കാലം ഒരു റീച്ചും ഒരു മീഡിയ സ്പേസും കിട്ടാം എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ഗുണവും തോന്നുന്നില്ല. കാരണം രണ്ട് കൈ കൂട്ടിയടിച്ച ശബ്ദം പോലെ തന്നെ അനു ഇനി കൂട്ടിയടയ്ക്കാനോ ശബ്ദം ഉണ്ടാക്കാനോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ കാര്യം PR വിനു, പിന്നെ അപ്പാനി, അല്ലെങ്കിൽ എന്താണ് ചാച്ചന്റെ ഓട്ടോ, ഈ 3 കണ്ടന്റ് പറഞ്ഞുകൊണ്ട് ബിൻസി ജീവിക്കേണ്ടി വരും. ബിൻസിക്ക് വേറെ പ്രത്യേകിച്ചൊരു കണ്ടന്റും പുറത്തോട്ട് അനുമോൾ ഇട്ട് തരില്ല എന്നുള്ള മനസ്സിലായല്ലോ. സോ ഇതൊക്കെ ഒഴിവാക്കി അവനവന്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല പ്രൊജക്ടുകളും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി മൈൻഡ് ചെയ്യാൻ ആൾക്ക് തീരെ താല്പര്യമില്ല. ആൻഡ് PR വിനു ചേട്ടന്റെ പണ്ടത്തെ ഒരു വീഡിയോ ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞതിന്റെ ഭാഗമായി പൊന്തി വന്നിട്ടുണ്ട്. അതിൽ ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് നമ്മളുടെ അടുത്തൊരു ശ്രദ്ധ പോകാം. പരിപാടിയെല്ലാം കഴിഞ്ഞു, ഞാൻ വിന്നറിനെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ അടുത്ത ഷോയിലേക്ക് പോകാറുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയാം, നമുക്കൊരു ചെറിയ പെർസെന്റ് ഓഫ് ആൾക്കാർ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്നിപ്പോ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ശരിക്കും പറഞ്ഞ ഇവിടെ വിനുവിന്റെ ഒരു ആത്മാർത്ഥതയാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. കാരണം അനുമോള് വരുന്നതിന് മുമ്പ് തൊട്ട് അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വരെ അനുമോളെ നല്ല രീതിയിൽ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഈ വിനു ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് പല സ്റ്റേറ്റ്മെന്റും പല അഭിപ്രായവും. അനു തന്നെ ആദ്യം പറഞ്ഞു 16 ലക്ഷം, പിന്നെ അനു പറഞ്ഞു 1 ലക്ഷം, അല്ല 50,000, പിന്നെ അനു പറഞ്ഞു 1 ലക്ഷം. ഇതൊന്നുമല്ല, എനിക്ക് വെറും ഒരു 10-20,000 താഴെ മാത്രമേ അനുമോള് തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിനു. അപ്പൊ പുള്ളി അതാ പറയുന്നത്, എത്രയൊക്കെ ആണെങ്കിലും അനുവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ പോലെ അനുവിനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ PR അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അറിയിക്കുന്നത് അനുമോളെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് വ്യക്തികളാണ് എന്നുള്ളതാണ് പുള്ളി കൺവേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു സത്യസന്ധമായ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. PR നടന്നതിന്റെ അതിനെ കുറിച്ചിട്ട് എന്താ പറയുക? അത് ഞാനില്ല ഗ്രൂപ്പുകൾ ആർക്കും വേണേ ഉണ്ടാകാം, മനസ്സിലായി. അവിടെ എന്തെങ്കിലും നടക്കാം, ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചാറ്റുകൾ എന്തോ ആവാം. അതിൽ പക്ഷെ അവർ ബ്ലെയിം ചെയ്തത് ഞാൻ ചെയ്തു എന്നാണ്. അപ്പൊ ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ അവരുടെ ഒരു പ്രൂഫില്ല.
അപ്പോൾ അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ വന്ന ഏതെങ്കിലും ചാറ്റ് വെച്ചിട്ടല്ല നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇപ്പൊ ഈ അനുമോള് ബാലൻസ് പൈസ തന്നു, അത് ആരുടെ ഞാൻ ഇന്നാൾ അനീഷിന്റെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ഫാൻ ഗേളുടെ ഓഡിയോ ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപോലെ പോസിറ്റീവ്സും ഒരുപോലെ നെഗറ്റീവ് കമന്റ്സ് വന്നു. ഈ നെഗറ്റീവ് കമന്റ്സ് വന്ന സമയത്ത് അതിൽ കുറെ ആൾക്കാർ നീ ഇത്രയും കാലം അനീഷിന്റെ സപ്പോർട്ടർ ആയിരുന്നല്ലോ, ഇപ്പൊ നീ വന്ന അനുമോളുടെ സപ്പോർട്ടർ ആയോ എന്ന രീതിയിലൊക്കെ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു. അവരോട് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, അത് ഒരു പെർട്ടിക്കുലർ ലേഡിയുടെ ഓഡിയോ ആണ്. ആ ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ട് അനു എന്ന് പറയുന്ന വ്യക്തിയെ അവർ നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തു പറഞ്ഞത്. അല്ലാണ്ട് ഒരു ഗ്രൂപ്പിലുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ആരോ ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം അത് എങ്ങനത്തെ മെസ്സേജാണ്, ഏത് ഗ്രൂപ്പിലെ മെസ്സേജാണ്, മനഃപൂർവ്വം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫേക്ക് സാധനം ഉണ്ടാക്കിയതാണ് ഒന്നും പറയാൻ പറ്റില്ല. പകരം ഇതൊരു ഓഡിയോ ആയി ഒരു വോയിസ് ആയി ഒരു ലേഡി പറയുന്ന ഒരു സാധനം കേട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പം അനുമോൾ ഫാൻ ബേസസ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ഗ്രൂപ്പ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുരുതുരാ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ അങ്ങനെയാണ്. കുറെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കും, കുറെ നെഗറ്റിവിറ്റി വരും, കുറെ പോസിറ്റിവിറ്റി വരും, കുറെ ഈ സൈഡിൽ കുറ്റം പറയും, ആ സൈഡിൽ കുറ്റം പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. അതിലൊക്കെ ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ കുറെ ഫാൻ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ആക്റ്റീവായിട്ടുള്ള കുറെ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇവര് തന്നെ പറഞ്ഞിട്ട് വേറെ കുറെ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അതൊക്കെ ഒരുമിച്ച് നിന്നാലല്ലേ ഈ ഒരു സാധനം ആക്റ്റീവായിട്ട് പോകും. അതിന്റെ ഉള്ളിൽ എന്ത് ഡിസ്കഷൻ ചെയ്തു വിനു പറയുന്ന പോലെ ഇല്ല എന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കൺസേൺ അല്ലല്ലോ. അത് ഞാനും അനുമോളായിട്ട് എന്ത് ഡീലിങ്സ് ഉണ്ടെങ്കിലും അത് ഞങ്ങളിപ്പോൾ സൗഹൃദപരമായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണെങ്കിലും അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊരു അഡ്വാൻസ് വന്നതിന്റെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചായിരുന്നു. അതൊരു ഫണ്ണായിട്ടുള്ള കാര്യമാണ്. എനിക്ക് കൈനീട്ടം പോലത്തെ സാധനം ഞാൻ കാണിച്ചു, ഇതാണ് എനിക്കന്ന് അഡ്വാൻസ് കാണിച്ചു. അതൊരു ഫണ്ണായിട്ടാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, പിന്നെ ഇത് ഞാനൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് എന്തോ ആണെങ്കിലും അത് ആ ഒരു സീക്രസിൽ അവിടെ നിൽക്കും. അല്ലാതെ ഇത് എന്തായാലും 16 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ ഒന്നുമല്ല, അത് ഞാൻ ഉറപ്പ് തരാം. സീസൺ 7 ഏറ്റവും കൂടുതൽ കേട്ട 2 പേരുകളാണ്, ഒന്ന് ലാലേട്ടൻ, ഒന്ന് PR. ഇപ്പൊ വിനു തന്നെ വന്നിട്ട് പറയാണ് 16 ലക്ഷം തന്നിട്ടില്ല, അല്ലെ 11 ലക്ഷം തന്നിട്ടില്ല, അല്ലെ 16 ഇല്ല, 11 ഇല്ല. എത്രയൊക്കെ ആണെങ്കിലും വിനു നല്ല പണിയെടുത്തിട്ടുണ്ട്. ആ പണിയെടുത്തതിനുള്ള പൈസ വിനുവിന് ഓഫ്കോഴ്സ് അനു കൊടുത്തിട്ടുണ്ടാവും. ഇനി വിനുവിന് എത്ര പൈസ കിട്ടി, വിനുവിന് എത്ര പൈസ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ വീഡിയോന്റെ താഴെ വരുന്ന കുറെ കമന്റ്സ് ആണ് PR അനു PR, വിനു PR എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. എടോ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ടു കീപ് എ PR. അനുവിനത് നേരത്തെ ബുദ്ധിപരമായി ആക്ട് ചെയ്ത് അനു ഒരു PR വെച്ചു. ആ ജോലി കൊടുത്തത് വിനു ആണ്. വിനുവിന്റെ ജോലി വളരെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ വിനു എന്ത് ചെയ്തു, പണിയെടുത്തു. ആ പണീന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ജയിച്ചത്, അല്ലാണ്ടായിരിക്കാം, എന്തും ആയിരിക്കാം അനു ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 16 ലക്ഷം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഡിസ്കഷനിൽ വന്നതുകൊണ്ടാണ് എല്ലാവരും തൂങ്ങുന്നത്. പിന്നെ ഞാനും ആലോചിക്കുകയാണ്, ഒരു 3 മാസം ഒരു വിന്നിങ്ങിലോട്ട് എത്തിക്കാൻ വേണ്ടി 16 ലക്ഷം രൂപ കൊടുക്കുവോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പുള്ളിയും പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 16 ലക്ഷം 15 ലക്ഷം 10 ലക്ഷം ഒന്നും അല്ലാന്ന്. ഇപ്പൊ വാങ്ങിയ ആള് തന്നെ ഈ ഒരു പ്രസ്താവന പറഞ്ഞല്ലോ. ഇനി ഇത് മാറ്റി പറയോ, ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും, ഇനി PR വിനുവിന് ഇന്റർവ്യൂ വരുമോ ഒന്നും അറിയില്ല. അത് എങ്ങനെ എൻജോയ് ചെയ്തെന്നുള്ളതാണ്. അതിൽ എനിക്ക് നല്ലതാണ്. ഞാൻ 2 ദിവസം ഞാനിപ്പോൾ ഫോൺ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ 70 മില്യൺ ഒക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ആൾക്കാരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും അറിയുന്നുണ്ട് നമ്മൾ. പിന്നെ എനിക്ക് ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നോക്കുന്നത് അറിയില്ല. ശരിക്കും അതൊരു പോസിറ്റീവ് ആയല്ലോ. 8ലും PR വിനുവിന്റെ പേരുകൾ തിളങ്ങട്ടെ. ഞാൻ ബിഗ് ബോസ് PR ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. അത് സത്യമാട്ടോ. ഈവൻ ഒരുപാട് ഗേൾസിന്റെ റീൽസ് ഞാൻ കണ്ടിരുന്നു. ബിഗ് ബോസിൽ ആരെ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തേ എന്ന് ചോദിക്കുന്ന സമയത്ത് PR വിനു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, അത് വിനു ഓൾറെഡി വിനുവിന്റെ ലൈക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില് വിനു അത് ആഡ് ടു സ്റ്റോറി ആക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തി ഇപ്പൊ ഫെയിം ആയത് ഈ PR എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് മാത്രമാണ്. ഈവൻ സീസൺ 8 വരുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരുപോലെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്ന ആള് വിനുവിനെ തന്നെയായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ വലിയൊരു ലേലം വിളി നടക്കുമെന്നാ പറയുന്നത്. എത്രയൊക്കെ ആണെങ്കിലും ആളിനെയും ഒരുപാട് ഗ്രോത്തിന് സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെ പുറത്തു പോകുന്ന സമയത്ത് 4 ആൾ ശ്രദ്ധിക്കുന്നതിലാണെങ്കിലും അതിലൊക്കെ ഒരു ഗുണം ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് അനുമോള് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എത്ര തെറ്റി മാറി നിൽക്കുകയാണെങ്കിലും
അനു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിന്നതിന്റെ റിഫ്ലക്ഷൻ അല്ലെ അനുവിന്റെ ഭാഗമായതിന്റെ റിഫ്ലക്ഷനിൽ കിട്ടുന്ന കുറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ട്. ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ എന്റെ നീഷൻ കുറച്ചും കൂടി വലുതാണ്. സോ PR എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു പാർട്ട് ടൈം സാധനം ഇതൊരു മൈലേജ് ആണല്ലോ, ഒരു കിക്കല്ലേ, ലൈക്ക് ആണ്. പക്ഷെ എന്നാൽ പോലും ഇതിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള പല രീതിയിലുള്ള കമന്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്ര ഞാൻ ഹാപ്പി അല്ല. ബിക്കോസ് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ. അപ്പം ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ PR വിനുചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, മേ ബി ഐ ബിലീവ്, അല്ലെ എന്റെ ഒരു ആഗ്രഹം, PR റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ടോപ്പിക് ഇതാവണം എന്നാണ് ആഗ്രഹം. കാരണം അനു ആണെങ്കിലും PR വിനു ആണെങ്കിലും രണ്ടും രണ്ട് വഴിക്കായിട്ടുണ്ട്, രണ്ട് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അനുവിന്റെ കാര്യങ്ങളായിട്ട് പോവും, വിനുവിന്റെ കാര്യങ്ങളായിട്ട് പോവും. സീസൺ 8 വരുമ്പോഴേക്ക് ലേലം വിളിച്ചിട്ടുള്ള ഒരു ബുക്കിങ്ങും സീസൺ 8 ആളെയും തൂക്കി പിടിച്ചുകൊണ്ട് വിനു എന്തായാലും മുന്നോട്ട് വരും. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഒരു അടി കിട്ടിയ സ്ഥിതിക്ക് വിനു എന്തായാലും ഇനി ഓവർ തലയിൽ കയറ്റി വെക്കുന്ന പരിപാടി ഉണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിലും PR എന്ന് പറയുന്ന ഒരു വിഷയം അനുവിൽ ഇത്രത്തോളം ഡിസ്കഷൻ ആവാനുള്ളതിന്റെ, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ കോൺട്രവേഴ്സിലോട്ട് വരാനുള്ളതിന്റെ ഒരു റീസൺ ഇയാൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വെച്ച് വലിയൊരു ഡിസ്കഷൻ ഉണ്ടായെങ്കിലും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ ഒരു വിഷയം നൈസായിട്ട് അങ്ങ് മറന്നതാണ്. അപ്പോഴാണ് വിനു എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരികയും അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുഷ് അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇന്റർവ്യൂസിലും ഒരുപാട് ഓൺലൈൻ മീഡിയനും മുമ്പിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്. അതോടുകൂടിയാണ് PR എന്ന് പറയുന്ന ഒരു പേര് അനുവിന്റെ മുകളിൽ വന്നത്. മേ ബി ഇന്ന് അനുവിന്റെ ഫാമിലി വിനുവിനോട് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് തന്നെയായിരിക്കും. വിനു പല സ്ഥലങ്ങളിലും അനുവിലൂടെ പോകുമ്പോൾ അവിടെ വീണ്ടും PR എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും PRന്റെ ബലത്തിലാണ് അനു ജയിച്ചത് എന്നൊരു സാധനം വിനു കാരണം വരുന്നു എന്നൊക്കെ തോന്നുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഇതൊക്കെ കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ്. പല ആൾക്കാരുടെയും ചോദ്യങ്ങളായിരുന്നു, എന്തുകൊണ്ട് RJ ബിൻസി അനുവിനെ പറ്റി സംസാരിക്കുന്നു, ആളതിന്റെ മറുപടി തന്നു കഴിഞ്ഞു. രണ്ടാമത്തെ എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരുന്നു, അനുവിന് എന്താണ് അനുവിന്റെ ഹേറ്റേഴ്സിനോട് പറയാനുള്ളത്, ഇത്രയേ ഉള്ളൂ, എന്റെ ഈ വഴിക്ക് നിങ്ങൾ വരല്ലേ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോ. മൂന്നാമത്തെ സാധനമായിരുന്നു PR റിലേറ്റ് ചെയ്തിട്ടുള്ള. PR എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു വിഷയമാണ്. ഇവര് രണ്ടുപേരും തെറ്റിയ സ്ഥിതിക്ക് ഇനി പ്രത്യേകിച്ച് ക്ലാരിറ്റി കിട്ടുമെന്നും തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. പിന്നെ എന്റെ ലിപ്സ്റ്റിക് റിലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്റെ ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് കുറയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സോ ഗൈസ്, നിങ്ങൾ വെറുതെ കമന്റ് ഇടണ്ട. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.